ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ബ്രൈറ്റ് ഫ്യൂച്ചർ അക്കാദമിയിലെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററായ മിഡീവിയൽ ഇന്ത്യ, മധ്യകാല ഇന്ത്യ എന്ന പാഠഭാഗത്തിലെ 3ാമത്തെ ഭാഗമാണ് പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അക്ബറിൻ്റെ പറ്റിയൊക്കെ കൃത്യമായി പഠിച്ചതാണ്. ഇനി നമ്മൾ അടുത്ത ഭാഗത്തിലേക്ക് കടക്കാം. മുഗൾ ആർമി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കൃത്യമായി കണ്ടതാണ്. മുഗൾ രാജവംശത്തെ പറ്റിയും മുഗൾ ഡൈനാസ്റ്റിയെ പറ്റിയും അവിടുത്തെ റൂളേഴ്സിനെ പറ്റിയൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇപ്പോൾ നമ്മൾ മുഗൾ ആർമിയെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. ആദ്യത്തെ ക്ലാസ്സുകൾ കാണാത്തവരെ അത് കാണാനായിട്ട് ശ്രമിക്കാം. മെയിൻ ഫീച്ചേഴ്സ് ഓഫ് മൻസബ്ദാരി സിസ്റ്റം. എന്താണ് മൻസബ്ദാരി സിസ്റ്റത്തിൻ്റെ ഫീച്ചേഴ്സ്? അതാണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കാനായിട്ട് പോകുന്നത്. മൻസബ്ദാരി വാസ് എ മിലിറ്ററി സിസ്റ്റം ഇംപ്ലിമെൻറ്റഡ് ബൈ അക്ബർ. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച മുഗൾ രാജവംശത്തിലെ പ്രധാനപ്പെട്ട രാജാവായ അക്ബറിൻ്റെ മുഗൾ ആർമിയെ പറ്റിയാണ്, അദ്ദേഹത്തിൻ്റെ മൻസബ്ദാരി സിസ്റ്റത്തെ പറ്റിയാണ് നമ്മളിന്ന് പഠിക്കുന്നത്. മൻസബ്ദാരി വാസ് എ മിലിറ്ററി സിസ്റ്റം ഇംപ്ലിമെൻറ്റഡ് ബൈ അക്ബർ. ദ അറബിക് വേർഡ് മാൻസ് സബ് മീൻസ് സ്റ്റാറ്റസ്. അറബിക് വേർഡ് മാൻസ് സബ് മീൻസ് സ്റ്റാറ്റസ്. And the rank was calculated by determining the salary of the officer. അവർക്ക് ഓഫീസേഴ്സിന് സാലറി കിട്ടുന്നത് അവരുടെ റാങ്കിനനുസരിച്ചിട്ടാണ്. The rank was given according to the number of soldiers and the horses to maintain under the officer. ഒരു ഓഫീസറുടെ കീഴിൽ എത്ര സോൾജിയേഴ്സ് ഉണ്ട്, എത്ര ഹോഴ്സസ് ഉണ്ട്, അതിൻ്റെ ബേസിലാണ് അവർക്ക് റാങ്ക് കൊടുക്കുക. നമ്മുടെ ഇപ്പോഴത്തെ മിലിറ്ററി ഓഫീസേഴ്സിൻ്റെ റാങ്ക് കൊടുക്കുന്ന പോലെ അവർക്ക് അതിനനുസരിച്ചിട്ടായിരിക്കും റാങ്ക് കിട്ടുക. ഓൾ ക്ലാസ്സസ് വേർ ഗിവൺ കൺസിഡറേഷൻ ഓഫ് ദി സിസ്റ്റം. എല്ലാ ക്ലാസ്സിലും ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്. സാറ്റ് ആൻഡ് സവാർ 2 കാറ്റഗറീസ്. അല്ലെ പ്രധാനപ്പെട്ട 2 കാറ്റഗറീസ് സാറ്റും സവാറുമാണ്. സാറ്റ് കാൽക്കുലേറ്റ് എ പേഴ്സൺസ് പൊസിഷൻ ആൻഡ് വേജസ്. സാറ്റ് എന്താണ് കാൽക്കുലേറ്റ് ചെയ്യുക? ഒരു പേഴ്സൻ്റെ പൊസിഷനും അവരുടെ വേജസുമാണ്. വേജസ് എന്ന് പറഞ്ഞാൽ കൂലിയാണ്. സവാർ റെഫേഴ്സ് ടു നമ്പർ ഓഫ് ഹോഴ്സസ് ടു ബി മെയിൻറ്റെയിൻ. സവാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കയ്യിലുള്ള ഹോഴ്സസിൻ്റെ എണ്ണം. മുഗളന്മാരുടെ മൻസബ്ദാരി സമ്പ്രദായം. മൻസബ്ദാരി സമ്പ്രദായം അക്ബറാണ് കൊണ്ടുവന്നത്. മൻസബ് എന്ന അറബി വാക്കിനെ പദവി എന്നാണ് അർത്ഥം. ഉദ്യോഗസ്ഥൻ്റെ വേതനം നിർണയിച്ച് പദവി കണക്കാക്കിയിരുന്നു. ഉദ്യോഗസ്ഥൻ്റെ കീഴിൽ നിലനിർത്തേണ്ട പടയാളികളുടെയും കുതിരകളുടെയും എണ്ണത്തിനനുസരിച്ചാണ് അവർക്ക് പദവി കൊടുത്തിരുന്നത്. അവരുടെ കയ്യിൽ എത്ര ഹോഴ്സസ് ഉണ്ട്, എത്ര ആളുകളുണ്ട്, അതിൻ്റെ ബേസിസ് ആയിരുന്നു അവർക്ക് റാങ്ക് നിശ്ചയിച്ചിരുന്നത്. എല്ലാ വിഭാഗങ്ങൾക്കും ഈ സമ്പ്രദായത്തിൽ പരിഗണന നൽകിയിരുന്നു. എല്ലാവർക്കും ചാൻസസ് ഉണ്ടായിരുന്നു. സത്ത് ആൻഡ് സവാർ ആയിരുന്നു 2 വിഭാഗങ്ങൾ. അതിൽ സത്ത് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ സ്ഥാനവും വേതനവും കണക്കാക്കുന്നു. സവാർ എന്ന് പറയുന്നത് അവരുടെ കയ്യിൽ നിലനിർത്തേണ്ട കുതിരകളുടെ എണ്ണത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ക്വസ്റ്റ്യനാണ്. എല്ലാവരും കൃത്യമായിട്ട് ഈ ക്വസ്റ്റ്യൻ പഠിക്കേണ്ടതാണ്. മുഗൾ അഡ്മിനിസ്ട്രേഷൻ ആണ് അടുത്ത ടോപ്പിക്ക് വരുന്നത്. മുഗൾ ഭരണരീതി. വാട്ട് ആർ ദ അറേഞ്ച്മെൻറ്റ്സ് അഡോപ്റ്റഡ് ഫോർ ദ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ് ഡ്യൂറിങ് ദ മുഗൾ പീരീഡ്. മുഗൾ കാലഘട്ടത്തിൽ ഭരണ സൗകര്യത്തിനായി സ്വീകരിച്ച ക്രമീകരണങ്ങൾ എന്തൊക്കെയായിരുന്നു? എന്തൊക്കെ ക്രമീകരണങ്ങൾ അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്? പ്രധാനമായും മുഗൾ കിങ്ഡത്തിനെ 4 ആക്കി തിരിച്ചിട്ടുണ്ടായിരുന്നു. സുബ, സർക്കാർ, പർഗാന ആൻഡ് ഗ്രാമ. ഏതൊക്കെയാ 4 എണ്ണം? സുബ, സർക്കാർ, പർഗാന ആൻഡ് ഗ്രാമ. അതായത് മുഗൾ അഡ്മിനിസ്ട്രേഷൻ, മുഗൾ ഭരണരീതി നല്ല രീതിയിൽ നടത്താൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു? ഒരു ഫ്ലോ ചാർട്ട്, അതായത് ഒരു പിരമിഡ് പോലെ സുബ, സർക്കാർ, പർഗാന, ഗ്രാമ എന്ന രീതിയിൽ ഒരു അറേഞ്ച്മെൻ്റ് അവർ ചെയ്തു. മുഗൾ കാലഘട്ടത്തിൽ ഭരണ സൗകര്യത്തിനായി സ്വീകരിച്ചിരുന്ന ക്രമീകരണം എന്തായിരുന്നു? ഈ ഫ്ലോ ചാർട്ട് എല്ലാവരും നല്ലതുപോലെ പഠിക്കുക കേട്ടോ, എക്സാമിന് ചോദിക്കാറുണ്ട്. അടുത്തതായിട്ട് ഹൗ വേർ ലോക്കൽ ഇഷ്യൂസ് റിസോൾവ്ഡ്. ഒരു രാജകൊട്ടാരമൊക്കെ ആകുമ്പോൾ എന്തുണ്ടാവും? കുറച്ചൊക്കെ ഇഷ്യൂസൊക്കെ ഉണ്ടാവാറുണ്ട്. കൊട്ടാരത്തിൽ കുറച്ച് ആളുകളെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യേണ്ടി വരും. ഹൗ വേർ ദ ലോക്കൽ ഇഷ്യൂസ് വേർ റിസോൾവ്ഡ്. എങ്ങനെയാണ് ഈ ഇഷ്യൂസ് ഒക്കെ റിസോൾവ് ചെയ്തുകൊണ്ടിരുന്നത്? ഡ്യൂറിങ് ദ മുഗൾ പീരീഡ് there were no separate courts for the administration of justice today. ഇന്നത്തെ കാണുന്ന പോലെ തന്നെ പ്രത്യേകിച്ച് കോർട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല മുഗൾ കാലഘട്ടത്തിൽ. ഇൻസ്റ്റെഡ് ലോക്കൽ റിലീജിയസ് സ്കോളേഴ്സ് ഖാസി ഇൻവെസ്റ്റിഗേറ്റഡ് ആൻഡ് അഡ്ജുഗേറ്റഡ് ഡിസ്പ്യൂട്ട്സ്. അവിടുത്തെ തർക്കങ്ങളൊക്കെ പരിഹരിച്ചിരുന്ന ആരായിരുന്നു? അവിടുത്തെ ലോക്കൽ റിലീജിയസ് സ്കോളേഴ്സ് ആയിരുന്നു അവിടുത്തെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ടിരുന്നത്. അതായത് പണ്ട് കാലത്ത് മുഗൾ കാലഘട്ടത്തിലെ ഇഷ്യൂസ് സോൾവ് ചെയ്യാനായിട്ട് കോടതികൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആരായിരുന്നു ചെയ്തിരുന്നത്? ഖാസിമാരായിരുന്നു ഈ ഒരു പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാ പ്രശ്നങ്ങൾക്കും തീർപ്പ് കൽപ്പിച്ചിരുന്ന ആരായിരുന്നു? ഖാസിമാരായിരുന്നു. ഹൂ വാസ് ദ ഫൈനൽ ജഡ്ജ് ഇൻ ദ മാറ്റർ ഓഫ് ജസ്റ്റിസ്. എല്ലാം ഖാസിമാർ ചെയ്താലും ഫൈനൽ ജഡ്ജ് ആരാണ്? അവസാന തീരുമാനം ആരുടെ ആയിരിക്കും? എപ്പോഴും എംപററിൻ്റെ ആയിരിക്കും, ചക്രവർത്തിയുടെ ആയിരിക്കും അവസാന തീരുമാനം. ഹു ഹെൽപ് ദ കിങ് ഇൻ അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സ്. ആരാണ് അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സിന് കിങ്ങിനെ സഹായിക്കുക? കിങ് മാത്രമായാൽ നടക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആരായിരിക്കും സഹായിക്കുക?
Ministers and head of departments were appointed to advise the king on administrative matters. ഭരണപരമായ കാര്യങ്ങളിൽ സഹായിക്കാനായിട്ട് ആരൊക്കെ ഉണ്ടാവും? മിനിസ്റ്റേഴ്സ് ഉണ്ടാവും, അതുപോലെ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാവും. ഡിപ്പാർട്ട്മെൻറ്റ്സിന് ഹെഡ്സും ഉണ്ടാവും, മിനിസ്റ്റേഴ്സും രാജാവിനെ സഹായിക്കാനായിട്ട് ഉണ്ടായിരിക്കും. പ്രാദേശിക വിഷയങ്ങൾക്ക് പരിഹാരം കണ്ടെത്തിയിരുന്നത് എങ്ങനെയായിരുന്നു? മുഗൾ കാലഘട്ടത്തിൽ ഇന്നത്തെ പോലെ പ്രത്യേകിച്ച് കോടതികളൊന്നും ഉണ്ടായിരുന്നില്ല. തർക്കങ്ങളിൽ മതപണ്ഡിതരാണ് അന്വേഷണം നടത്തി തീർപ്പ് കൽപ്പിച്ചിരുന്നത്. നീതിന്യായ വിഷയത്തെ അന്തിമ തീർപ്പ് കൽപ്പിച്ചിരുന്ന ആരായിരുന്നു? അവിടുത്തെ രാജാക്കന്മാർ, ചക്രവർത്തിയായിരുന്നു. രാജാവിനെ ഭരണകാര്യങ്ങളിൽ സഹായിച്ചിരുന്ന ആരൊക്കെയായിരുന്നു? അവിടുത്തെ മന്ത്രിമാരും അതുപോലെ വകുപ്പ് അധ്യക്ഷന്മാരുമായിരുന്നു അവിടെ രാജാവിനെ ഭരണകാര്യങ്ങളിൽ സഹായിച്ചിരുന്നത്. ഇത്രയുമാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. പ്രധാനപ്പെട്ട എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു? മുഗൾ ആർമി, മുഗൾ അഡ്മിനിസ്ട്രേഷൻ, അതുപോലെ അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നത് ആരാണ്, അങ്ങനത്തെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ പഠിച്ചു. എല്ലാം പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ കൂട്ടുകാർക്ക് വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ ലളിതമായ ക്ലാസ്സുകൾക്കായി ബ്രൈറ്റ് ഫ്യൂച്ചർ അക്കാദമിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ക്ലാസ് നമുക്ക് വീണ്ടും കാണാം. താങ്ക്